ഹായ് ഓൾ, നീറ്റീസിയിലേക്ക് സ്വാഗതം. ആനിമൽ കിങ്ഡം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനാണ് പഠിച്ചത്. നമുക്കറിയാം ആനിമൽ കിങ്ഡം ഫോം ചെയ്തിരിക്കുന്നത് ഒരുപാട് ഫൈലംസ് ചേർന്നിട്ടാണ് ആനിമൽ കിങ്ഡം ഫോം ചെയ്തിരിക്കുന്നത്. സോ ഇനി നമ്മൾ അതിൽ ഓരോ ഫൈലത്തെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഫൈലം പോറിഫെറ, ഫൈലം സീലൻഡ്രേറ്റ, ഈ രണ്ട് ഫൈലത്തെ പറ്റിയാണ് പഠിക്കുന്നത്. ഫൈലം പോറിഫെറ. ഫൈലം പോറിഫെറയിലെ മെമ്പേഴ്സിനെ നമ്മൾ കോമൺ ആയിട്ട് സ്പോഞ്ചസ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഫൈലം പോറിഫെറയിലെ എല്ലാ മെമ്പേഴ്സിനെയും കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് സ്പോഞ്ചസ്. ഇനി മുതൽ എവിടെയെങ്കിലും സ്പോഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫൈലം പോറിഫെറയിലെ മെമ്പർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ ആനിമൽസിന്റെ പ്രത്യേകത എന്താ? ഇവർ ജനറലി മറൈനാണ്, അതായത് കൂടുതലും കടലിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ അസിമെട്രിക്കൽ ആണ്. ഇവരെ നമുക്ക് ഏത് രീതിയിൽ മുറിച്ചാലും ഈക്വൽ ആയിട്ടുള്ള ഹാഫ്സ് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇവർ അസിമെട്രിക്കൽ ആണ്. ഇനി ഇവരാണ് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ ആനിമൽസ്, ഏറ്റവും ലോവർ ലെവലാണ്. ഇവരുടെ ഓർഗനൈസേഷൻ എങ്ങനെയാണ്? സെല്ലുലാർ ലെവൽ ഓർഗനൈസേഷൻ ആണ്. അതായത് ഓരോ ഫങ്ഷൻ ചെയ്യാനായിട്ട് ഓരോ സെൽസിനെയാണ് അസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ കുറച്ച് സ്പോഞ്ചസ് അല്ലെങ്കിൽ പോറിഫെറയിലെ കുറച്ച് മെമ്പേഴ്സിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സൈക്കോൺ. അടുത്തത് സ്പോഞ്ചിയ, പിന്നെ സ്പോഞ്ചില്ല. ഇവരൊക്കെ പോറിഫെറയിലെ മെമ്പേഴ്സ് ആണ്. ഇനി ഇവർക്കൊരു വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഒരു വാട്ടർ കനാൽ സിസ്റ്റം ഉണ്ട് സ്പോഞ്ചസിന്. അതായത് ഇവരുടെ ബോഡിയിൽ മൈന്യൂട്ട് ആയിട്ടുള്ള പോഴ്സ് ഉണ്ട്, ചെറിയ ഹോൾസ് പോലെയുള്ളത്. ഈ പോഴ്സിനെയാണ് ഓസ്റ്റിയ എന്ന് വിളിക്കുന്നത്. ഈ ഓസ്റ്റിയത്തിലൂടെ എന്ത് ചെയ്യും? വെള്ളം ഇവരുടെ ബോഡിയിലേക്ക് കയറും. എന്നിട്ട് ഇവരുടെ ബോഡിയുടെ നടുക്കായിട്ട് ഒരു ക്യാവിറ്റി ഉണ്ട്. ഈ ക്യാവിറ്റിയാണ് സ്പോഞ്ചോസീൽ. ഓസ്റ്റിയയിലൂടെ കയറുന്ന വെള്ളം സ്പോഞ്ചോസീലിൽ എത്തും. എന്നിട്ടിത് ഓസ്കുലം എന്ന് പറയുന്ന ഒരു പാർട്ടിൽ കൂടിയാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പിക്ചറിൽ നോക്കിയാൽ അറിയാം, കണ്ടോ? ഈ പിക്ചറിലെല്ലാം ഇവരുടെ ബോഡിയിൽ കുറെ കുത്തായിട്ട് കാണിച്ചിട്ടില്ലേ? ഈ 3 പിക്ചറിലും ഉണ്ട്. ഇത് ഇവരുടെ വാട്ടർ കനാൽ സിസ്റ്റത്തിന്റെ അതിൻ്റെ പാർട്സ് ആണ്, അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ പാർട്ടാണ്. ഇതിലേക്ക് വാട്ടർ എൻട്രി ചെയ്യുന്നത് ഓസ്റ്റിയയിൽ കൂടിയാണ്. എന്നിട്ട് നടുക്കുള്ള സെൻട്രൽ ക്യാവിറ്റി ആയ സ്പോഞ്ചോസീലിലേക്ക് എത്തുന്നു. എന്നിട്ട് ഈ വെള്ളം പുറത്തേക്ക് പോകുന്നത് ഓസ്കുലം വഴിയാണ്. ഇനി എന്തിനാണ് ഇങ്ങനെ വാട്ടർ ഇവരുടെ ബോഡി കൂടെ കയറി ഇറങ്ങി പോകുന്നത്? ഇത് ഇവരുടെ ബോഡിയുടെ ഒരു ഫുഡ് ഗ്യാതറിംഗ് മെക്കാനിസം ആണ്. അതായത് ഇങ്ങനെ വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിലൂടെ വാട്ടറിലുള്ള ഫുഡ്സ് ഇവരുടെ ബോഡിയിലേക്ക് എത്തുന്നു. അങ്ങനെ ഇവർക്ക് ഫുഡ് ഗ്യാതറിംഗ് ചെയ്യാം. അതുപോലെ തന്നെ ഇവരുടെ ബോഡിയിലുള്ള വേസ്റ്റിനെ റിമൂവ് ചെയ്യാം. പിന്നെ റെസ്പിറേറ്ററി എക്സ്ചേഞ്ച്, ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഗ്യാസസിൻ്റെ എക്സ്ചേഞ്ച് നടക്കും. അതായത് ഇവർക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡ് ഈ വാട്ടർ ട്രാൻസ്പോർട്ടിലൂടെ വാട്ടർ അകത്തേക്ക് കയറുമ്പോൾ വാട്ടറിലുള്ള ഫുഡ് പാർട്ടിക്കിൾസിനെ ഇവർക്ക് ഭക്ഷണമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വാട്ടർ ഓസ്കുലം വഴി പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ഇവരുടെ ബോഡിയിലെ എക്സ്ക്രീറ്ററി വേസ്റ്റും അതിൻ്റെ കൂടെ പുറത്തേക്ക് പോകുന്നു. അതുപോലെ ഗ്യാസ് എക്സ്ചേഞ്ചിനും ഈ വാട്ടർ കനാൽ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇവരുടെ ബോഡിയിൽ കാണപ്പെടുന്ന ചില സ്പെഷ്യലൈസ്ഡ് സെൽസിനെയാണ് കോളാർ സെൽസ്, അല്ലെങ്കിൽ ഇവരെ നമുക്ക് കൊയാനോസൈറ്റ്സ് എന്നും വിളിക്കാം. ഇവരാണ് സ്പോഞ്ചോസീലിനെയൊക്കെ ലൈൻ ചെയ്യുന്നത്. സ്പോഞ്ചോസീൽ എന്ന് വെച്ചാൽ എന്താണ്? ഇവരുടെ ബോഡിയിലുള്ള സെൻട്രൽ ക്യാവിറ്റിയാണ് സ്പോഞ്ചോസീൽ. ഈ സ്പോഞ്ചോസീലിനെ ലൈൻ ചെയ്യുന്ന സെൽസ് ആണ് കൊയാനോസൈറ്റ്സ് അല്ലെങ്കിൽ കോളാർ സെൽസ് എന്ന് പറയുന്നത്. ഇവരുടെ ഡൈജഷൻ ഇൻട്രാസെല്ലുലാർ ആണ്. നമുക്കറിയാം വാട്ടർ കനാൽ സിസ്റ്റത്തിലൂടെ കയറിപ്പോകുന്ന വാട്ടറിലെ ഫുഡാണ് ഇവർ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഫുഡിനെ എങ്ങനെയാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്? സെൽസിനകത്ത് വെച്ച് തന്നെയാണ്. അതുകൊണ്ടാണ് ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ബോഡിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവർക്കൊരു ഫ്രെയിം വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ സ്കെലിട്ടൺ ഉണ്ട്. അത് സ്പിക്യൂൾസ് അല്ലെങ്കിൽ സ്പോഞ്ചിൻ ഫൈബേഴ്സ് എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവരുടെ ബോഡിയെ സപ്പോർട്ട് ചെയ്യാൻ, നമ്മുടെ ബോഡിയെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് എന്തുണ്ട്? ബോൺസ് ഉണ്ട്, അല്ലെങ്കിൽ എല്ലുകളൊക്കെ ഉണ്ട്. അതുപോലെ സ്പോഞ്ചസിന്റെ ബോഡി അല്ലെങ്കിൽ ഫൈലം പോറിഫെറയിലെ മെമ്പേഴ്സിന്റെ ബോഡിയെ സപ്പോർട്ട് ചെയ്യാൻ അവർക്കൊരു സ്കെലട്ടൺ ഉണ്ട്. ആ സ്കെലട്ടൺ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? സ്പിക്യൂൾസ് അല്ലെങ്കിൽ സ്പോഞ്ചിൻ ഫൈബേഴ്സ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്.
ഇനി ഈ ഫൈലം പോരിഫെറയിലെ മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഹെർമാഫ്രൊഡൈറ്റ്സ് ആണ്. ഹെർമാഫ്രൊഡൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സെക്സും ഒരേ മെമ്പേഴ്സിൽ തന്നെ കാണപ്പെടുന്നു. നമുക്കറിയാം നമ്മൾ ഹ്യൂമൻസിൽ എങ്ങനെയാണ്, മെയിൽ ഫീമെയിൽ രണ്ട് സെക്സസ് ഉണ്ട്. പക്ഷേ ഈ ഫൈലം പോറിഫെറയിലെ മെമ്പേഴ്സിൽ അങ്ങനെ മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞിട്ട് ഇല്ല. ഒരു ഓർഗാനിസം ഉണ്ടെങ്കിൽ ആ ഓർഗാനിസത്തിൽ തന്നെ ഫീമെയിലും അല്ലെങ്കിൽ മെയിലും രണ്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻസും കാണപ്പെടും. അതുകൊണ്ടാണ് അവരെ ഹെർമാഫ്രോഡൈറ്റ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെ സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്, സെക്സസ് പ്രത്യേകം സെപ്പറേറ്റഡ് അല്ല എന്ന് വേണമെങ്കിലും പറയാം. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? എഗ്ഗും സ്പേംസും സെയിം ഇൻഡിവിജ്വൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഈ സ്പോഞ്ചസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ് കാണിക്കുന്നത്. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിപ്പോൾ ഒരു സ്പോഞ്ചാണെന്ന് വിചാരിക്കുക. ഈ സ്പോഞ്ച് രണ്ടായിട്ട് മുറിഞ്ഞു പോകുന്നു. അപ്പോൾ പിന്നെന്താ? ഈ രണ്ട് പാർട്സും രണ്ട് ഓർഗാനിസുമായിട്ട് വളരുന്നു. ഇങ്ങനെയാണ് ഇവരെ അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്രാഗ്മെൻറ്റേഷനിലൂടെ. ഫ്രാഗ്മെൻറ്റേഷൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്: ഒരു ഓർഗാനിസം എത്രയെങ്കിലും ആയിട്ട് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മുറിഞ്ഞു പോകുന്നു. ഓരോ ഫ്രാഗ്മെൻറ്റ്സും ഓരോ ഓർഗാനിസം ആയിട്ട് ഗ്രോ ചെയ്യുന്നു. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗമീറ്റ്സിൻ്റെ ഫോർമേഷൻ വഴിയാണ് നടക്കുന്നത്. ഗമീറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്സ് സെൽസ് ആണ്. അതായത് എഗ്ഗ്, സ്പേം എന്നൊക്കെ പറയുന്നത് ഗമീറ്റ്സ് ആണ്. അപ്പോൾ ഈ ഗമേറ്റ്സിലൂടെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. എന്നിട്ട് ഈ ഗമേറ്റ്സ് എന്ത് ചെയ്യും? ഇവരുടെ ബോഡിയുടെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഗമേറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഫെർട്ടിലൈസേഷൻ ഇവരുടെ ബോഡിയുടെ അകത്ത് വെച്ച് തന്നെ നടക്കുന്നത് കൊണ്ടാണ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, അതായത് ഫെർട്ടിലൈസേഷൻ വഴി എന്തുണ്ടാകും? ഒരു സൈഗോട്ട് ഫോം ചെയ്യും. ഈ സൈഗോട്ടിന്റെ ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണെന്ന് പറയാം. കാരണം എന്താണ്? സൈഗോട്ട് നേരെ വളർന്ന് ഒരു അഡൾട്ടായിട്ട് മാറുമല്ല ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ലാർവൽ സ്റ്റേജ് ഉണ്ട്. ഈ ലാർവ എന്ന് പറയുന്നത് അഡൾട്ടിൽ നിന്നും വ്യത്യാസമായിരിക്കും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രോഗിനെ എടുക്കുക. ഫ്രോഗിന് അല്ലെങ്കിൽ തവള, ഇതിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ആദ്യം എന്താണുള്ളത്? അതിനൊരു ലാർവയുണ്ട്. ഈ തവളയുടെ മുട്ട വിരിഞ്ഞു വരുമ്പോൾ അതിന് ടാഡ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലാർവൽ സ്റ്റേജ് ഉണ്ട്. അതെന്താണ്? നമുക്കത് അതിൻ്റെ ആ ലാർവയും തവളയും തമ്മിൽ കാണാൻ യാതൊരു ബന്ധവുമില്ല. നമുക്ക് ചെറിയ മീനുകളെ പോലെയൊക്കെയാണ് അതിനെ തോന്നുന്നത്. പക്ഷേ ഈ ലാർവ വളർന്ന് അഡൾട്ടായി മാറുമ്പോൾ അതിൽ നിന്ന് യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു രൂപത്തിലേക്കാണ് പോകുന്നത്. അതായത് ഈ ലാർവൽ സ്റ്റേജും അഡൾട്ടിൻ്റെ സ്റ്റേജും രണ്ടും കൂടെ നോക്കിയാൽ നമുക്ക് മോർഫോളജിക്കലി പുറമേന്ന് നോക്കുമ്പോൾ യാതൊരു സിമിലാരിറ്റിയും ഇല്ല. അങ്ങനെ ഉള്ള ഒരു ലാർവൽ സ്റ്റേജ് ഉള്ളവരെയാണ്, അതിലൂടെ ഡെവലപ്പ് ചെയ്യുന്നവരെയാണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈലം പോറിഫെറയിലെ മെമ്പേഴ്സിന് ഒരു ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. അതായത് ഇവരുടെ അഡൾട്ടിനുമായിട്ട് യാതൊരു സാമ്യവും ഇല്ലാത്ത ഒരു ലാർവൽ സ്റ്റേജിലൂടെയാണ് ഇവർ വളർന്ന് അഡൾട്ടായിട്ട് മാറുന്നത്. ഇനി ഫൈലം പോറിഫെറയ്ക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? സൈക്കോൺ അല്ലെങ്കിൽ സ്കൈഫ. ഇതിൻ്റെ പിക്ചർ നമ്മൾ ആദ്യം കണ്ടതാണ്. യൂസ്പോഞ്ചിയ ഓർ ബാത്ത് സ്പോഞ്ച്, സ്പോഞ്ചില്ല ഓർ ഫ്രഷ് വാട്ടർ സ്പോഞ്ച്. അപ്പോൾ സൈക്കോൺ അല്ലെങ്കിൽ സ്കൈഫ അതാണിത്. യൂസ്പോഞ്ചിയ എന്ന് പറയുന്നതിനെയാണ് ബാത്ത് സ്പോഞ്ച് എന്ന് വിളിക്കുന്നത്. സ്പോഞ്ചില്ല എന്താണ്? ഇതാണ് സ്പോഞ്ചില്ല. ഇതാണ് ഫ്രഷ് വാട്ടർ സ്പോഞ്ച് എന്ന് വിളിക്കുന്നത്. ഈ കോമൺ നെയിംസും പഠിക്കേണ്ടതാണ്. ഇതും MCQസിലൊക്കെ ചോദിക്കാറുണ്ട്. ഏതാണ് ബാത്ത് സ്പോഞ്ച് അല്ലെങ്കിൽ ഏതാണ് ഫ്രഷ് വാട്ടർ സ്പോഞ്ച് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരാറുണ്ട്. ആനിമൽ കിങ്ഡത്തിലെ സെക്കൻഡ് ഫൈലമാണ് ഫൈലം സീലൻഡ്രേറ്റ അല്ലെങ്കിൽ ഫൈലം നിഡേറിയ. രണ്ടുപേരുണ്ട് ഇതിന്. ഫൈലം സീലൻഡ്രേറ്റ അല്ലെങ്കിൽ ഫൈലം നിഡേറിയ. ഇവിടെ സി സൈലന്റ് ആണ്, നിഡേറിയ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇവർക്ക് നിഡേറിയ എന്ന് വരാനൊരു നെയിം വരാനൊരു കാരണമുണ്ട്. കാരണം ഇവരുടെ ബോഡിയിൽ നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്സ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നുണ്ട്. എന്താണുള്ളത്? നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്സ്, അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇവരെ നിഡേറിയ എന്ന് വിളിക്കുന്നത്. ഇവരും ജലാശയങ്ങളിലാണ് കാണപ്പെടുന്നത്. അക്വാട്ടിക് ആണ്. അതുപോലെ കൂടുതലും മറൈനാണ്. പിന്നെ ഒന്നുകിൽ സെസൈലായിരിക്കും അല്ലെങ്കിൽ ഫ്രീ സ്വിമ്മിങ് ആയിരിക്കും. ഫ്രീ സ്വിമ്മിങ് എന്ന് വെച്ചാൽ ജലാശയത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നത്. സെസൈൽ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പറ്റിപ്പിടിച്ച് ഇങ്ങനെ വളരുന്നത്.
അങ്ങനെയായിരിക്കും ഇവരെ കാണപ്പെടുന്നത്. ഇനി ഇവർക്ക് നമ്മൾ പറഞ്ഞു നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്സ് ഉണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ആൻകറേജ്, ഡിഫെൻസ്, അതുപോലെ പ്രേയെ ക്യാപ്ചർ ചെയ്യാൻ. അവരുടെ ഡിഫെൻസ് മെക്കാനിസമായിട്ട്, അതായത് പ്രതിരോധം, മറ്റ് ഏതെങ്കിലും ജീവികൾ ആക്രമിക്കാൻ വരികയാണെങ്കിൽ അതിനുള്ള ഒരു ഡിഫെൻസ് ആയിട്ട്, പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഫുഡിനെ ക്യാപ്ചർ ചെയ്യും, പ്രേയെ ഇര പിടിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ആൻകറേജ്, ഇവരുടെ ബോഡിക്ക് ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിനെല്ലാമാണ് നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ് ഉള്ളത്. ഇനി ഇവരുടെ ബോഡിയിലും അതുപോലെ ടെൻറ്റാക്കിൾസിലും ഒക്കെ സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ നെമറ്റോസിസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സും ഉണ്ട്. ബോഡിയിലും ടെൻറ്റക്കിൾസിലും ഒക്കെ സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ നെമറ്റോസിസ്റ്റ് ഉണ്ട്. ഇവരെങ്ങനെയാണ്? റേഡിയലി സിമെട്രിക്കൽ ആയിട്ടുള്ള ആനിമൽസ് ആണ്. അതായത് ഏത് പ്ലെയിനിൽ കൂടെ നമ്മൾ കട്ട് ചെയ്താലും 2 ഈക്വൽ ഹാഫ്സ് നമുക്ക് കിട്ടും. സോ ഇവര് റേഡിയലി സിമെട്രിക്കൽ ആണ്. അതുപോലെ തന്നെ ഇവരുടെ ബോഡിയിൽ നമ്മൾ നോക്കിയാൽ ഓരോ ഫങ്ഷൻ ചെയ്യാനും ഓരോ ടിഷ്യൂസ് ആണുള്ളത്. അതായത് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണുള്ളത്. ടിഷ്യൂ എന്ന് വെച്ചാൽ എന്താണ്? ഗ്രൂപ്പ് ഓഫ് സെൽസ്. അപ്പോൾ ഓരോ ഫങ്ഷൻ ചെയ്യാനും ഒരു ഗ്രൂപ്പ് സെൽസ് ആണുള്ളത്, അതായത് ഒരു ടിഷ്യൂ ആണുള്ളത്. സോ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഇവരെ എക്സിബിറ്റ് ചെയ്യുന്നത്. ഇനി ഇവർക്ക് എത്ര ജേം ലെയേഴ്സ് ഉണ്ട്? 2 ജേം ലെയേഴ്സ് ആണുള്ളത്, എൻഡോഡേമും എക്ടോഡേമും. ഇതിൻ്റെ ഇടയിലായിട്ട് ഒരു അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ലെയർ ഉണ്ട്, അതാണ് മീസോഗ്ലിയ എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിഡേറിയൻസും എന്താണ്? ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഇനി ഇവർക്ക് ഒരു ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിക്ക് ഒറ്റൊരു ഓപ്പണിങ്ങേ ഉള്ളൂ, അതാണ് മൗത്ത്. ഈ മൗത്ത് ഹൈപ്പോസ്റ്റോം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലാണ് ഇരിക്കുന്നത്. ഒരു ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി ഉണ്ട്, സെൻട്രൽ ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി. അതിന് മൗത്ത് എന്ന് പറയുന്ന ഒരു സിംഗിൾ ഓപ്പണിംഗ് ആണുള്ളത്. അതെവിടെയാണ് ഇരിക്കുന്നത്? ഹൈപ്പോസ്റ്റോമിൽ. ഡൈജഷൻ എക്സ്ട്രാ സെല്ലുലാറും ഉണ്ട്, ഇൻട്രാ സെല്ലുലാറും ഉണ്ട്. അത് സെല്ലിൻ്റെ അകത്ത് വെച്ചും അല്ലെങ്കിൽ സെല്ലിൻ്റെ പുറത്ത് വെച്ചും നടക്കുന്നുണ്ട്. അകത്ത് വെച്ചെന്നുള്ളതിനെയാണ് ഇൻട്രാ സെല്ലുലാർ എന്ന് പറയുന്നത്. ഡൈജഷൻ പുറത്ത് വെച്ച്, സെല്ലിൻ്റെ പുറത്ത് വെച്ചാണ് നടക്കുന്നതെങ്കിൽ അതിനെ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറയുന്നു. 2 ടൈപ്പും കാണാറുണ്ട്. ഇനി ചില നെഡേറിയൻസിൽ നമുക്ക് അതിൻ്റെ സ്കെലിട്ടണ് കാൽസ്യം കാർബണേറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കോറൽസ്. അതായത് ചില നിഡേറിയൻസ് നമ്മൾ അവരുടെ സ്കെലിട്ടൺ അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ എന്താണ് അതിൻ്റെ കമ്പോണൻ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാൽസ്യം കാർബണേറ്റ് ആണ് അതിൽ അടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. കോറൽസിൻ്റെത് ഇങ്ങനെയുള്ള ആൾക്കാരാണ്, ഇങ്ങനെ കാൽസ്യം കാർബണേറ്റ് സ്കെലിട്ടനുള്ള ആൾക്കാരാണ് കോറൽസ്. ചില നിഡേറിയൻസ് 2 ടൈപ്പ് ബോഡി ഫോംസ് കാണിക്കാറുണ്ട്. അതായത് സീലൻഡ്രേറ്റയിലെ മെമ്പേഴ്സ് 2 ടൈപ്പ് ബോഡി ഫോംസ് കാണിക്കാറുണ്ട്. ഒന്നാണ് പോളിപ്പ്, മറ്റൊന്ന് മെഡൂസ. പോളിപ്പ് എന്ന് പറഞ്ഞാൽ സെസൈൽ ആയിട്ടുള്ള ഫോമാണ്, അതായത് എവിടെങ്കിലും പറ്റിപ്പിടിച്ച് വളരുന്ന ടൈപ്പ് ആൾക്കാർ. അതുപോലെ ഇവർക്ക് സിലിണ്ട്രിക്കൽ ഫോമാണ്. കണ്ടോ, ബോഡി ഷേപ്പ് ഒരു സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഷേപ്പാണ്. അപ്പോൾ പോളിപ്പും ഉണ്ട്, മെഡൂസയുണ്ട്. പോളിപ്പ് സെസൈലാണ്, സിലിണ്ട്രിക്കലാണ്. സെസൈൽ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരിടത്ത് പറ്റിപ്പിടിച്ച് വളരുന്നവർ. ഇതിന് എക്സാമ്പിളാണ് ഹൈഡ്ര, അതുപോലെ അഡാംസിയ. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് അഡാംസിയയുടെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതതിൻ്റെ ബോഡി ഷേപ്പ് കാണിക്കുന്ന ഒരു പിക്ചറാണ്. ഇങ്ങനത്തെ ഷേപ്പിലാണ് വരുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. സിലിണ്ട്രിക്കലുമാണ്, അതുപോലെ സെസൈലുമാണ്. ഇതാണ് അഡാംസിയുടെ പിക്ചർ. ഇനി രണ്ടാമത്തെ ബോഡി ഫോമാണ് മെഡൂസ എന്ന് പറയുന്നത്. മെഡൂസ എങ്ങനെയാണ്? അംബ്രല്ല ഷേപ്ഡ് ആണ്, അതായത് ഒരു കുടയുടെ പോലെ അംബ്രല്ല ഷേപ്ഡ് ആണ്. അതുപോലെ ഫ്രീ സ്വിമ്മിങ് ആണ്, ഒഴുകി നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒറേലിയയുടെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. മെഡൂസയ്ക്ക് എക്സാമ്പിൾ ആണ് ഒറേലിയ അല്ലെങ്കിൽ ജെല്ലി ഫിഷ്. അതിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒറേലിയ എന്ന് പറയുന്നത് ഒരു മെഡൂസ ഫോമാണ്. ഹൈഡ്ര ആൻഡ് അഡാംസിയ പോളിപ്പാണ്. അപ്പം നിഡേറിയൻസ് ഇങ്ങനെ 2 ബോഡി ഫോംസ് കാണിക്കുന്നുണ്ട്. ഇനി ചില നിഡേറിയൻസിൽ 2 ഫോംസും ഉണ്ടായിരിക്കും. അതായത് നമ്മൾ പറഞ്ഞു ഹൈഡ്രയിൽ എന്താണുള്ളത്? പോളിപ്പ് എന്ന് പറയുന്ന ഫോമിലാണ് ഹൈഡ്ര എന്ന് പറയുന്ന ഒരു ഓർഗാനിസം ഉള്ളത്. എന്നാൽ ജെല്ലി ഫിഷ് ആണെങ്കിലോ മെഡൂസ എന്ന് പറയുന്ന ആ ബോഡി ഫോമിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ചില നിഡേറിയയിൽ 2 ഫോമും കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഈ 2 ഫോംസും ഇങ്ങനെ മാറി മാറി വരും, ഓരോ ജനറേഷനിൽ മാറി മാറി വരും.
നമ്മൾ ആദ്യം പ്ലാന്റ് കിങ്ഡം പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, അതായത് സ്പോറോഫൈറ്റും ഗ്യാമറ്റോഫൈറ്റും ഇങ്ങനെ ഓരോ ജനറേഷനിൽ മാറി മാറി വരുന്നു. അതുപോലെ ചില നിഡേറിയൻസിലും എന്തുണ്ട്, ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ നമുക്ക് കാണാൻ പറ്റും. അതായത് പോളിപ്പും മെഡൂസയും ഇങ്ങനെ ഓരോ ജനറേഷനിൽ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് വരും. ഒരു ജനറേഷൻ പോളിപ്പാണെങ്കിൽ അടുത്തത് മെഡൂസ ആയിരിക്കും, വീണ്ടും പോളിപ്പ്, വീണ്ടും മെഡൂസ, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നിഡേറിയൻസ് കാണിക്കുന്ന ഈ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷനെ നമ്മൾ മെറ്റാജെനസിസ് എന്നാണ് പറയുന്നത്. മെറ്റാജെനസിസ് എന്ന് വെച്ചാൽ എന്താണ്? നിഡേറിയൻസ്, രണ്ട് ഫോംസ് ഉള്ള നിഡേറിയൻസ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്നതിനെയാണ് മെറ്റാജെനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മെറ്റാജെനസിസ് കാണിക്കുന്ന നിഡേറിയൻസിൽ പോളിപ്പ് മെഡൂസയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അസെക്ഷൽ ആയിട്ടാണ്. അതായത് ഇപ്പം പോളിപ്പ് ഫോമാണ് ഉള്ളത്. ഈ പോളിപ്പ് എന്തായിട്ട് മാറും? പിന്നീട് ഒരു മെഡൂസയെ പ്രൊഡ്യൂസ് ചെയ്യും. അത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി മെഡൂസയിൽ നിന്നും അടുത്തൊരു ജനറേഷൻ അതുണ്ടാവുമ്പോൾ എങ്ങനെയാണ്? സെക്ഷുവലിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. പോളിപ്പ് അസെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെയാണ് മെഡൂസയെ ഉണ്ടാക്കുന്നത്. ഇനി മെഡൂസയോ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ് പോളിപ്പിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് മെറ്റാജെനസിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ മെറ്റാജെനസിസ് കാണിക്കുന്ന ഒരു നിഡേറിയനാണ് ഒബേലിയ. ഒബേലിയ എന്ന് പറയുന്ന നിഡേറിയൻ എന്ത് ചെയ്യുന്നു? മെറ്റാജെനസിസ് കാണിക്കുന്നുണ്ട്. ഇനി ഇവരുടെ എക്സാമ്പിൾസ്, ഫൈലം സീലൻട്രേറ്റയുടെ എക്സാമ്പിൾസ്. ഇതിൽ ബ്രാക്കറ്റിൽ കുറേ പേര് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, അതെല്ലാം അതുപോലെ തന്നെ പഠിക്കേണ്ടതാണ്. ഫൈസാലിയ, അല്ലെങ്കിൽ അതിനെ എന്താ വിളിക്കുന്നത്? പോർട്ടുഗീസ് മാൻ ഓഫ് വാർ. പിന്നെ അഡാംസിയ ഓർ സി അനിമോൺ, ഇതാണ് നമ്മൾ സെസൈൽ ഫോമിന് പഠിച്ചത് എക്സാമ്പിളായിട്ട്. പെന്നാറ്റുല ഓർ സീപ്പൻ, അത് ഈസിയാണ്, പെന്നെന്നുള്ളതുകൊണ്ട് ഓർത്തു വെക്കാം. പിന്നെ ഗോർഗോണിയ ഓർ സീഫാൻ, മീൻഡ്രിന ഓർ ബ്രെയിൻ കോറൽ. ഈ പേരൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. സോ ഇത്രയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. വേഗം ഒന്ന് റിവൈസ് ചെയ്യാം. ഫൈലം പോറിഫെറയിലെ മെമ്പേഴ്സിനെ നമുക്ക് സ്പോഞ്ചസ് എന്ന് വിളിക്കാം. ഇവർ അസിമെട്രിക്കൽ ആണ്, അതുപോലെ സെല്ലുലാർ ഓർഗനൈസേഷൻ ആണ്. ആനിമൽ കിങ്ഡത്തിലെ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ആനിമൽസ് സ്പോഞ്ചസ് ആണ്. ഇവർക്കൊരു വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ ഒരു വാട്ടർ കനാൽ സിസ്റ്റം ഉണ്ട്. ഇതിൽ വാട്ടർ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഓസ്റ്റിയയിലൂടെയാണ്. എന്നിട്ട് സെൻട്രൽ ക്യാവിറ്റിയായ സ്പോഞ്ചോസിയിൽ എത്തുന്നു. എന്നിട്ട് ഓസ്കുലം വഴി പുറത്തേക്ക് പോകുന്നു. ഇത് ഫുഡ് ഗ്യാദറിങ്ങിനും റെസ്പിറേറ്ററി എക്സ്ചേഞ്ചിനും വേസ്റ്റ് റിമൂവലിനും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇവരുടെ സെൻട്രൽ ക്യാവിറ്റിയായ സ്പോഞ്ചോസീലിനെ കവർ ചെയ്തുകൊണ്ട് കൊയാനോസൈറ്റ്സ് അല്ലെങ്കിൽ കോളാർ സെൽസ് ഉണ്ട്. ഡൈജഷൻ എങ്ങനെയാണ്? ഇൻട്രാസെല്ലാർ ആണ്, സെല്ലിൻ്റെ ഉള്ളിൽ വെച്ചാണ് ഡൈജഷൻ നടക്കുന്നത്. ഇവരുടെ സ്കെലിട്ടൺ മെയ്ഡ് ചെയ്തിരിക്കുന്നത് സ്പിക്യൂൾസ് അല്ലെങ്കിൽ സ്പോഞ്ചിൻ ഫൈബേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. സ്പോഞ്ചസ് ഹെർമാഫ്രൊഡൈറ്റ്സ് ആണ്, അതായത് രണ്ട് സെക്സസും സെപ്പറേറ്റ് ആയിട്ടില്ല, ഒരു ഇൻഡിവിജ്വൽ തന്നെയാണ് എഗ്സും സ്പേംസും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇങ്ങനെ എഗ്സിൻ്റെയും സ്പേംസിൻ്റെയും പ്രൊഡക്ഷനിലൂടെയാണ്, അതായത് ഗമീറ്റ് പ്രൊഡക്ഷനിലൂടെയാണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ് നടക്കുന്നത്. ഡെവലപ്മെൻറ്റ് ഇൻറ്റേർണൽ ആണ്, പക്ഷെ ഇതിനൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലാർവൽ സ്റ്റേജ് ഉണ്ട്. ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ്, കാരണം അഡൾട്ടിൽ നിന്നും യാതൊരു സിമിലാരിറ്റി ഇല്ലാത്ത ഒരു ലാർവൽ സ്റ്റേജ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റിലുണ്ട്. അതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? സൈക്കോൺ, യൂസ്പോഞ്ചിയ, സ്പോഞ്ചില്ലയൊക്കെ. ഫൈലം സീലൻട്രേറ്റ്, ഇവരും അക്വാട്ടിക്, മറൈൻ, സെസൈലും ഉണ്ട്, ഫ്രീ സ്വിമ്മിങ്ങും ഉണ്ട്. റേഡിയലി സിമെട്രിക്കൽ ആണ് ഈ ആനിമൽസ്. ഇനി ഇവർക്ക് നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്സ് ഉണ്ട്. ഇതിനെന്തുണ്ട്? ഈ നിഡോസൈറ്റ്സിനകത്ത് സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് നിഡേറിയ എന്നുള്ള പേര് വന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ആൻകറേജിനും ഡിഫെൻസിനും ക്യാപ്ചർ ഓഫ് പ്രേയ്ക്കും. ഇവർ ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്, അതായത് എക്ടോഡേം ആൻഡ് എൻഡോഡേം ആണ് ജേം ലെയേഴ്സ്. ബോഡി സ്ട്രക്ചർ എങ്ങനെയാണ്? ഇവർക്ക് ഒരു സെൻട്രൽ ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി ഉണ്ട്, അതിന് മൗത്ത് എന്ന് പറയുന്ന ഒരു ഓപ്പണിങ്ങും ഉണ്ട്. ഡൈജഷൻ ഇൻട്രാസെല്ലുലാർ ആയിട്ടും എക്സ്ട്രാ സെല്ലുലാർ ആയിട്ടും നടക്കുന്നുണ്ട്. കോറൽസിനൊക്കെ എന്താ? അവരുടെ സ്കെലിട്ടനൊക്കെ കാൽഷ്യം കാർബണേറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി ഇവർക്ക് രണ്ട് ടൈപ്പ് ബോഡി ഫോംസ് ഉണ്ട്, പോളിപ്പും മെഡൂസയും. പോളിപ്പ് എന്ന് പറഞ്ഞാൽ സെസൈൽ സിലിണ്ടറിക്കൽ ഫോമാണ്.
മെഡൂസ എന്ന് പറഞ്ഞാൽ അംബ്രല ഷേപ്ഡും ഫ്രീ സ്വിമ്മിങ്ങും ആണ്. ഇവര് ഇനി 2 ഫോംസും ഉള്ള ആൾക്കാർ എന്താണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് മെറ്റാജെനസിസ് എന്ന് വിളിക്കാം. ഇതില് പോളിപ്പ് മെഡൂസയെ അസെക്ഷൽ ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മെഡൂസ പോളിപ്പിനെ സെക്ഷൽ ആയിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നു. എക്സാമ്പിൾ ആണ് ഒബേലിയ. ഇനി സീലൻഡ്രേറ്റയുടെ കുറെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അല്ലാത്ത കോമൺ നെയിംസും പഠിച്ചിരിക്കേണ്ടതാണ്. MCQs ചെയ്യാം. ദ കനാൽ സിസ്റ്റം ഇൻ സ്പോഞ്ചസ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. സ്പോഞ്ചസിൽ നമ്മൾ പറഞ്ഞു ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ കനാൽ സിസ്റ്റം ഉണ്ട്. ഇതിൻ്റെ ഫങ്ഷനാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഫങ്ഷൻ? ഫുഡ് കളക്ഷൻ, റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ. ഫുഡിനെ ഗ്യാദർ ചെയ്യണം, അതുപോലെ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടത്തണം, പിന്നെ വേസ്റ്റ് മെറ്റീരിയലിനെ റിമൂവ് ചെയ്യണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡൈജഷൻ ഇൻ പോറിഫറ. പോറിഫറ അല്ല, അതായത് സ്പോഞ്ചസ്, അവരുടെ ഡൈജഷൻ എങ്ങനെയായിരുന്നു? ഇൻട്രാസെല്ലുലാർ ആണ്. ഇൻട്രാസെല്ലുലാർ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ ഉള്ളത് സീലൻഡ്രേറ്റയ്ക്കാണ്. വിച്ച് വൺ ഈസ് എ ഫ്രഷ് വാട്ടർ സ്പോഞ്ച്? ഇതാ നേരത്തെ ഞാൻ പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ ബ്രാക്കറ്റിലുള്ള കോമൺ നെയിംസും നമ്മൾ പഠിച്ചിരിക്കണം, എങ്കിൽ മാത്രമേ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫ്രഷ് വാട്ടർ സ്പോഞ്ച് സ്പോഞ്ചില്ലയാണ്. സൈക്കോൺ എന്ന് പറഞ്ഞാൽ സ്കൈഫ. യു സ്പോഞ്ചി എന്താണ്? ബാറ്റ് സ്പോഞ്ച് ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ അതാണ്, ബാറ്റ് സ്പോഞ്ച് ഏതാണെന്ന്. ഏതാണ്? യു സ്പോഞ്ചിയ. നിഡേറിയൻസ് എങ്ങനെയുള്ള ആനിമൽസ് ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നിഡേറിയൻസിന് 2 ലെയറേ ഉള്ളൂ, എൻഡോഡേമോ എക്ടോഡേമോ. അതുകൊണ്ട് അവർ ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. പിന്നെ അവർക്ക് ഈ ഓപ്ഷൻ ബി കറക്റ്റ് ആവാത്തത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടെ കൊടുത്തിരിക്കുന്ന അസീലോമേറ്റ് ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന ട്രിപ്ലോബ്ലാസ്റ്റിക് അല്ലല്ലോ. അതുകൊണ്ടാണ് ഓപ്ഷൻ ബി കറക്റ്റ് ആവാഞ്ഞത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ബോഡി ഫോം ഈസ് സെസൈൽ? അതായത് സീലൻഡ്രേറ്റെ പറ്റിയുള്ള ചോദ്യമാണ്. സെസൈൽ അതായത് പറ്റിപ്പിടിച്ച് വളരുന്നത് ഏത് ഫോമാണ്? പോളിപ്പാണ് പറ്റിപ്പിടിച്ച് വളരുന്നത്, സിലിണ്ടറിക്കലായിട്ടുള്ള. മെഡൂസ എങ്ങനെയാണ്? ഫ്രീ സ്വിമ്മിങ് ആണ്. നിഡോബ്ലാസ്റ്റ് ആർ യൂസ്ഡ് ഫോർ. സീലൻഡ്രേറ്റയ്ക്ക് നമ്മൾ പറഞ്ഞു നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതിനകത്താണ് സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂളൊക്കെ ഉള്ളത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ആൻകറേജിനും ഡിഫെൻസിനും ക്യാപ്ചർ പ്രേക്കുമാണ് നിഡോബ്ലാസ്റ്റ് യൂസ് ചെയ്യുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, പോർട്ടുഗീസ് മാൻ ഓഫ് വാർ ഈസ്. പോർട്ടുഗീസ് മാൻ ഓഫ് വാർ എന്ന് നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നത് ഏത് സീലൻഡ്രേറ്റയാണ്? ഫൈസാലിയയാണ്. പി അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പോർട്ടുഗീസ് മാൻ ഓഫ് വാറും ഫൈസാലിയുടെയും ആദ്യം പി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നിഡേറിയൻസ് ആർ കോൾഡ് സീലൻഡ്രേറ്റ ബിക്കോസ് ദേ പോസസ് ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി. സീലൻഡ്രേറ്റ അല്ലെങ്കിൽ നിഡേറിയയിൽ പെടുന്ന ആൾക്കാരെ നമ്മൾ സീലൻഡ്രേറ്റ എന്നും വിളിക്കുന്നുണ്ട്, കാരണം അവർക്കൊരു ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി ഉള്ളത് കൊണ്ടാണ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ പറഞ്ഞില്ല, പക്ഷേ ഇത് കറക്റ്റ് ആണ്. ഒരു ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി ഉള്ളത് കൊണ്ടാണ് നിഡേറിയൻസിനെ സീലൻഡ്രേറ്റ എന്നും വിളിക്കുന്നത്. റീസൺ എന്താണ്? ദ ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി ഹാസ് ഓൺലി 1 ഓപ്പണിംഗ്. ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റിക്ക് ഒറ്റൊരു ഓപ്പണിങ്ങേ ഉള്ളൂ. ഇത് കറക്റ്റ് ആണ്, അത് നമ്മൾ പഠിച്ചായിരുന്നു. മൗത്ത് ഇതെവിടെയാണ്? ഹൈപ്പോസ്റ്റോം എന്ന് പറയുന്നിടത്താണ് ഇരിക്കുന്നത്. അപ്പോൾ റീസണും കറക്റ്റ് ആണ്. പക്ഷേ ഇവിടെ സീലൻഡ്രേറ്റയ്ക്ക് ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി ഉള്ളത് കൊണ്ടാണ് സീലൻഡ്രേറ്റ എന്ന് വിളിച്ചത്. എന്നിട്ട് ഇതിന് ഓരോ ഓപ്പണിങ്ങേ ഉള്ളെന്ന് പറയുന്നത് അല്ലല്ലോ അതിൻ്റെ റീസൺ ആയിട്ട്. അത് അത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അസേർഷനെ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അസേർഷനും റീസണും കറക്റ്റ് ആണ്, പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. മാച്ച് ദ ഫോളോയിങ്. കോളം 1 സൈക്കോൺ, സ്പോഞ്ചില്ല, ഗോർഗോണിയ, അഡാംസിയ. കോളം 2 സീഫാൻ, ഫ്രഷ് വാട്ടർ സ്പോഞ്ച്, സ്പോഞ്ച്, സീ അനിമോ. ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ നമുക്കിത് എഴുതാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ സൈക്കോൺ. സൈക്കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇതിൽ ഏതാ ചേരുന്നത്? സൈക്കോൺ എന്ന് പറഞ്ഞാൽ സ്പോഞ്ച് എന്നുള്ളതാണ് ചേരുന്നത്. കാരണം സൈക്കോൺ അല്ലെങ്കിൽ സ്കൈഫ എന്നാണ് പഠിച്ചത്. അപ്പോൾ സ്കൈഫ എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ ഇതൊരു സ്പോഞ്ച് ആണല്ലോ, പോരിഫെറയിൽ പെടുന്നതാണ്. സോ സ്പോഞ്ച്.
ഇപ്പം A3 ഉള്ള 2 ഓപ്ഷനുണ്ട്. ഇനി സ്പോഞ്ചില്ല. സ്പോഞ്ചില്ല എന്താ? അതിൻ്റെ മറ്റൊരു പേരാണ് ഫ്രഷ് വാട്ടർ സ്പോഞ്ച്. സോ B2. ഇനി ഗോർഗോണി എന്താണ്? സീ ഫാൻ. അഡാംസിയ സീ അനിമോ. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. സോ ഫൈലം പോറിഫറ ആൻഡ് ഫൈലം സീലൻഡ്രേറ്റ 2 ഫൈലംസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ അടുത്ത 2 ഫൈലംസ് ടീനോഫോറയും പ്ലാറ്റിഹെൽമിന്തസും ആണ് പഠിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള പോർഷൻസ് എല്ലാവരും പഠിക്കുക. താങ്ക് യു.